8ാം ക്ലാസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റു മരിച്ച കൊല്ലം തേവലക്കര സ്കൂളിലേക്ക് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും ഉടനെത്തും. അശ്വിൻ പാലാഴി തേവലക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ അരുൺ രാജും വിവരങ്ങളുമായി ചേരും. ആദ്യം അശ്വിനിലേക്കാണ്. അശ്വിൻ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. ഒന്ന്, ഈ ഗുരുതരമായ വീഴ്ചയിൽ കർശനമായ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ കുടുംബത്തിന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ ഉറപ്പു നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിനിടയിൽ മന്ത്രിമാർ നേരിട്ട് അവിടേക്ക് എത്താൻ പോവുകയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ അശ്വിൻ പാലാഴി? രജിത്ത്, നിലവിൽ പ്രതിഷേധം വലിയ തോതിലുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് ഉച്ചവരെ കണ്ട പ്രതിഷേധങ്ങളൊക്കെ അത് പരമാവധിയിലെത്തിയതാണ്. നമ്മൾ കണ്ടതാണ് KSUവിൻ്റെയും ABVPയുടെയും ഒക്കെ മാർച്ച് ഏത് തരത്തിൽ അക്രമാസക്തമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇങ്ങനെ ഒരു സാധ്യത ഉള്ളതിനാലാണ് മന്ത്രി വി ശിവൻകുട്ടി പാതി വഴിയിൽ സ്കൂൾ സന്ദർശിക്കേണ്ട എന്ന നിലപാടെടുത്ത് തിരികെ പോയത്. അത് പോലീസിൻ്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്തായാലും ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് രണ്ട് മന്ത്രിമാർ അല്പസമയത്തിനുള്ളിൽ ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം കെ എൻ ബാലഗോപാലും അല്പസമയത്തിനകം സ്കൂളിലേക്ക് എത്തും. സ്കൂളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും. അപകടം നടന്ന സ്ഥലം സന്ദർശിക്കും. ഒപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ സ്കൂൾ അധികൃതരുമായി ചോദിച്ച് മനസ്സിലാക്കും. എന്തായാലും പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഫ്രട്ടേണിറ്റിയുടെ ഒരു പ്രതിഷേധ മാർച്ച് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അത് മന്ത്രി ജെ ചിഞ്ചുറാണിക്കെതിരെ പ്രതിഷേധമാണ്. ചിഞ്ചുറാണിയുടെ കോലം കത്തിച്ചുകൊണ്ട് സ്കൂളിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് ഫ്രട്ടേണിറ്റിയുടെ തീരുമാനം. ഒപ്പം മന്ത്രിമാർ വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്കൂളിന് മുന്നിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം നിലവിൽ സ്കൂളിന് മുന്നിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം CPMന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. CPM മാനേജ്മെന്റ് അടക്കമുള്ള CPM പ്രവർത്തകരും DVF പ്രവർത്തകരും എല്ലാം സ്കൂളിന് മുന്നിൽ തന്നെ നിലവിൽ തമ്പടിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മന്ത്രിമാർ കടന്നു വരുന്ന വഴിയിലെല്ലാം പോലീസിന്റെ സുരക്ഷയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ, കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ സ്കൂളിലേക്ക് വരുന്ന ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരപരിധിയിൽ പോലീസിന്റെ കർശന നിരീക്ഷണമുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മന്ത്രിമാരെത്തും. ഈ ശിവൻകുട്ടി സ്ഥലം സന്ദർശിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ NK പ്രേമചന്ദ്രൻ MP അടക്കം ഈ സ്ഥലത്തെത്തിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തണമെന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൽ നടപടിയെടുക്കണമെന്നുമാണ്. എന്തായാലും ഇന്ന് 2 മന്ത്രിമാരാണ് അല്പസമയത്തിനുള്ളിൽ എത്തുന്നതൊപ്പം ഈ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം നാളെ സ്കൂളിൽ രാവിലെ 10 മണിയോടുകൂടി പൊതുദർശനത്തിന് വയ്ക്കും എന്നൊരു തീരുമാനം അല്പസമയം മുമ്പ് ചേർന്ന മാനേജ്മെൻറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. നാളെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഒരുപക്ഷെ ആദ്യം സ്കൂളിലേക്കായിരിക്കും കൊണ്ടുവരിക. രാവിലെ 10 മണിയോടെ ഈ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ കൂടി തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും അതിലൊരു അന്തിമമായ തീരുമാനമെടുക്കുക. എന്തായാലും മന്ത്രിമാരുടെ വരവ് കാത്താണ് നിലവിൽ നാട്ടുകാരും ഒപ്പം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളുമടക്കം ഇവിടെ നിലകൊള്ളുന്നത്. ശരി, 2 മന്ത്രിമാർ നേരിട്ട് തേവലക്കര സ്കൂളിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ അവിടെ പോലീസിന്റെ ഭാഗമായി കനത്ത സുരക്ഷ അവിടെ ഒരുക്കുന്നുണ്ട്. നേരത്തെയും കഴിഞ്ഞ മണിക്കൂറുകളിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം അവിടെ കണ്ടതാണ്. അതിനിടയിലാണ് മന്ത്രിമാർ അവിടേക്ക് എത്തുന്നത്. നേരിട്ട് സാഹചര്യം വിലയിരുത്താൻ പോകുന്നത്.